നമസ്കാരം. കെയ്റോയിൽ നടന്ന ചർച്ചയിൽ ഗസയിലെ വെടിനിർത്തൽ കരാർ ഹമാസ് അംഗീകരിച്ചു. മധ്യസ്ഥ രാജ്യങ്ങളായ ഈജിപ്തും ഖത്തറും നടത്തിയ സന്ധി ചർച്ചയിലാണ് തീരുമാനം. ഇരു രാജ്യങ്ങളും മുന്നോട്ട് വെച്ച വെടിനിർത്തൽ കരാർ അംഗീകരിച്ചതായി ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയ അറിയിച്ചു. റാഫയുടെ ചില ഭാഗങ്ങളിൽ നിന്ന് പ്രദേശവാസികളോട് ഒഴിഞ്ഞുപോകാൻ ഇസ്രായേൽ സൈന്യം നിർദ്ദേശിച്ച മണിക്കൂറുകൾക്കകമാണ് ഗാസയിൽ വെടിനിർത്തൽ കരാർ ഹമാസ് അംഗീകരിച്ചത്. ഈജിപ്തും ഖത്തറുമാണ് 3 ഘട്ടങ്ങളിലായിട്ടുള്ള വെടിനിർത്തൽ കരാറിന്റെ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചത്. അംഗീകരിക്കാനാകാത്ത വ്യവസ്ഥകളാണ് കരാറിലുള്ളതെന്ന് ഇസ്രായേൽ പ്രതികരിച്ചിരുന്നു. 7 മാസത്തോളമായി തുടരുന്ന യുദ്ധത്തിൽ 2.3 ദശലക്ഷം ജനങ്ങളാണ് ഗാസയിൽ നിന്ന് പലായനം ചെയ്തത്. യുദ്ധം നിർത്തില്ലെന്നായിരുന്നു കഴിഞ്ഞ ദിവസം ഇസ്രായേൽ നിലപാടെടുത്തത്. യുദ്ധം നിർത്തുകയും ഇസ്രായേൽ സൈന്യം പിന്മാറുകയും ചെയ്താൽ എല്ലാ ബന്ദികളെയും മോചിപ്പിക്കാമെന്ന ഹമാസ് നിർദ്ദേശം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തള്ളിയിരുന്നു. 130-ലേറെ ബന്ദികൾ ഗാസയിലുണ്ടെന്നാണ് ഇസ്രായേൽ കണക്ക്. കഴിഞ്ഞ മാസം ആദ്യം നടന്ന സമാധാന ചർച്ച പരാജയപ്പെട്ടിരുന്നു. 2 ചർച്ചകൾക്കും ഇസ്രായേൽ പ്രതിനിധികളെ അയച്ചിരുന്നില്ല. ഗാസ യുദ്ധത്തിൽ ഇതുവരെ കൊല്ലപ്പെട്ട ഫലസ്തീനുകാരുടെ എണ്ണം 34,683 ആയി. 78,018 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. 3 ഘട്ടങ്ങളാണ് ഈജിപ്തും ഖത്തറും മുന്നോട്ട് വെച്ച വെടിനിർത്തൽ നിർദ്ദേശത്തിൽ ഉൾപ്പെടുന്നത്. താൽക്കാലിക വെടിനിർത്തലിന് ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയയാണ് സമ്മതം അറിയിച്ചത്. പിന്നാലെ ഗാസയിൽ ജനം ആഘോഷവും തുടങ്ങി. 42 ദിവസം വീതമുള്ള 3 ഘട്ട പാക്കേജാണ് മുന്നോട്ട് വെച്ചതെന്ന് ഗാസയിലെ ഹമാസ് ഉപമേധാവിയും പറഞ്ഞു. ആദ്യഘട്ടത്തിൽ വെടിനിർത്തൽ, 2ാം ഘട്ടത്തിൽ ഇസ്രായേൽ സേനാ പിന്മാറ്റം, 3ാം ഘട്ടത്തിൽ ബന്ദികളുടെയും തടവുകാരുടെയും കൈമാറ്റം എന്നിങ്ങനെയാണ് നിർദ്ദേശം. ഇതിനിടെ വടക്കൻ ഇസ്രായേൽ തെക്കൻ ലെബനൻ അതിർത്തിയിൽ ഹിസ്ബുല്ലയും ഇസ്രായേൽ സൈന്യവും തമ്മിലുള്ള ഏറ്റുമുട്ടൽ രൂക്ഷമായി. കഴിഞ്ഞ ദിവസം ഇസ്രായേലിലെ കെരേം ശാലോമിൽ ഹമാസ് നടത്തിയ റോക്കറ്റ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇസ്രായേൽ സൈനികരുടെ എണ്ണം 4 ആയി. അനിശ്ചിതത്വത്തിൽ കെരേം ശാലോമിനെ ലക്ഷ്യമിട്ടാണ് ഹമാസ് റോക്കറ്റ് ആക്രമണം നടത്തിയത്. 11 പേർക്ക് പരിക്കേറ്റു. ഇതിൽ ഏതാനും പേരുടെ നില ഗുരുതരമാണ്. റഫ അതിർത്തിയോട് ചേർന്ന പ്രദേശത്തു നിന്നാണ് റോക്കറ്റുകൾ തൊടുത്തതെന്ന് ഇസ്രായേൽ സൈന്യം ആരോപിക്കുന്നു. പ്രത്യാക്രമണം നടത്തിയെന്നും റോക്കറ്റുകൾ നശിപ്പിച്ചെന്നും സൈനിക വക്താവ് അവകാശപ്പെട്ടു. അപകട സൈറൻ മുഴക്കിയിട്ടും സൈനികർ കൊല്ലപ്പെട്ടത് എങ്ങനെയെന്ന് അന്വേഷിക്കുമെന്നും സൈനിക വക്താവ് പറഞ്ഞു. റഫ ഭാഗത്തു നിന്നും 10-ലേറെ ഹ്രസ്വദൂര റോക്കറ്റുകളാണ് ഇസ്രായേലിലേക്ക് തൊടുത്തതെന്നാണ് റിപ്പോർട്ട്. ഹമാസ് റോക്കറ്റ് ആക്രമണത്തിന് പിന്നാലെ റഫയിലെ കരം അബു സാലേം അതിർത്തി ഇസ്രായേൽ അടച്ചു. അതേസമയം ഇസ്രായേൽ റാഫേൽ പ്രത്യാക്രമണം നടത്തുകയും ചെയ്തു. ഞായറാഴ്ച ഇസ്രായേൽ പ്രത്യാക്രമണത്തിൽ 19 പേരെങ്കിലും കൊല്ലപ്പെട്ടതായി ഹമാസിന്റെ നിയന്ത്രണത്തിലുള്ള എൻക്ലേവിലെ ആരോഗ്യ അധികൃതർ പറഞ്ഞതായി റോയിട്ടേഴ്സ് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇസ്രായേൽ സൈന്യം പറയുന്നതനുസരിച്ച് റാഫേലിൽ നിന്ന് അതിർത്തി കടക്കലിലേക്ക് 10 പ്രൊജക്ടൈലുകൾ വിക്ഷേപിച്ചു. അതിപ്പോൾ ഗാസയിലേക്ക് 7 ട്രക്കുകൾക്ക് പ്രവേശിക്കുന്നതിനായി അടച്ചിരിക്കുന്നു. ഇസ്രായേലിലെ തെക്കൻ അതിർത്തിയായ ഗാസ മുനമ്പിൽ നിന്നെടുത്ത ഈ ചിത്രം ഫലസ്തീൻ പ്രദേശത്തിന്റെ അതിർത്തിയിൽ ഇസ്രായേൽ സൈനിക വാഹനങ്ങൾ കാണിക്കുന്നു. 10 സൈനികർ ആശുപത്രിയിൽ തുടരുകയാണെന്നും എത്രനാൾ ക്രോസിംഗ് അടച്ചിടുമെന്ന് വ്യക്തമല്ലെന്നും ഇസ്രായേലിന്റെ ചാനൽ 12 TV ചാനൽ പറഞ്ഞു. ഗസയിൽ വെടിനിർത്തലിനായിട്ടുള്ള അവസാനവട്ട ചർച്ചകൾ അവസാനിച്ച സാഹചര്യത്തിലായിരുന്നു ആക്രമണം. ആഴത്തിലുള്ളതും ഗൗരവമേറിയതുമായ ചർച്ചകൾക്കിടയിലും ഹമാസ് ഉന്നയിച്ച പ്രധാന ആവശ്യങ്ങൾ ഇസ്രായേൽ വീണ്ടും നിരസിച്ചതായി ഹമാസ് ഞായറാഴ്ച പറഞ്ഞതായി അസോസിയേറ്റഡ് പ്രസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. US പ്രസിഡന്റ് ജോ ബൈഡനും മറ്റ് പാശ്ചാത്യ ഉദ്യോഗസ്ഥരും ഒന്നിലധികം മുന്നറിയിപ്പുകൾ നൽകിയിട്ടും ഗാസയിലെ ഹമാസിന്റെ അവസാന ശക്തി കേന്ദ്രമായ റാഫേൽ സൈനിക ആക്രമണം നടത്താൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തീരുമാനമെടുത്തിരുന്നു. ഗാസ വെടിനിർത്തൽ കരാർ അംഗീകരിക്കാൻ ഇസ്രായേൽ ഹമാസിന് ഒരാഴ്ച സമയം നൽകിയിട്ടുണ്ട്. അല്ലെങ്കിൽ റഫ ആക്രമണവുമായി മുന്നോട്ട് പോകുമെന്നും ഇസ്രായേൽ പറഞ്ഞിരുന്നു. എത്ര സമ്മർദ്ദവും ഒരു അന്താരാഷ്ട്ര ഫോറത്തിന്റെ തീരുമാനമൊന്നും ഇസ്രായേലിനെ പ്രതിരോധിക്കുന്നതിൽ നിന്നും തടയില്ല. ഇസ്രായേൽ ഒറ്റയ്ക്ക് നിൽക്കാൻ നിർബന്ധിതരായാൽ ഇസ്രായേൽ ഒറ്റയ്ക്ക് നിൽക്കും. ഗാസയിലെ യുദ്ധത്തെക്കുറിച്ചുള്ള അന്താരാഷ്ട്ര വിമർശനങ്ങളെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അപലപിച്ചു.